അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൈത്താങ്ങ്. മരണാനന്തര സഹായമായി ദേശമംഗലത്ത് 5 ലക്ഷം രൂപ കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അംഗമായ മേലെ തലശ്ശേരിയിലെ PM അഷ്റഫിന്റെ മാതാവ് പാത്തുമ്മയുടെ മരണാനന്തര ധനസഹായവുമായി കുടുംബത്തിന് 5 ലക്ഷം രൂപ കൈമാറി. ജീവിതത്തോടൊപ്പം മരണാനന്തരവും സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ഏക സംഘടന വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാത്രമാണെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. പാത്തുമ്മയുടെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് G. ഹരിദാസ് ധനസഹായം കൈമാറി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി K. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ട്രഷറർ P. നന്ദകുമാർ, വർക്കിംഗ് പ്രസിഡന്റ് M. അബ്ദുൾ റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറി CH മുസ്തഫ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P. K. വാസു, VM ഷഹനാസ്, അംഗങ്ങളായ T. K. സജീവ്, PM അഷ്റഫ് ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് നടപ്പിലാക്കിയ ബെനവലന്റ് സൊസൈറ്റിയിലൂടെ നടപ്പിലാക്കിയ ഭദ്രം പ്ലസ് പദ്ധതികളിൽ ആ മരണപ്പെട്ട കുടുംബത്തിൻ്റെ ആശ്രിതർക്ക് വലിയൊരു തുക സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് തുടക്കമിട്ടത്. ആദ്യത്തിൽ ബെനവലന്റ് സൊസൈറ്റിയിൽ ഒരംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ തുടക്കം. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പുതിയ മെമ്പർഷിപ്പ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ദേശമംഗലം യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളാണ് ആ പൈസ മേടിച്ചിട്ടുള്ളത്. TP സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ട് നമ്മളവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം രൂപീകൃതമായതാണ് വളരെ ഭാവനാ സ്വാതന്ത്ര്യത്തോടുകൂടി, വളരെ ദീർഘവീക്ഷണത്തോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഭദ്രം. ഒരു വ്യാപാരിയുടെ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭദ്രം പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയത്. തുടക്കത്തിൽ എല്ലാവർക്കും തന്നെ ഭയങ്കരമായ ആശങ്ക ഉണ്ടായിരുന്നു, ഇത് നടപ്പിലാവുമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെയത് കൊടുക്കുക എന്നുള്ള ഒരു ആശങ്ക നമ്മളെ എവർക്കും തന്നെ ഉണ്ടായിരുന്നു, പൊതുവെ സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ 2022 തുടങ്ങി വെച്ച ആ പദ്ധതി ഇന്ന് 2025 അവസാനിക്കുമ്പോൾ ഏതാണ്ട് 4 വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ 4 വർഷത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ ഭദ്രം പ്ലസും പദ്ധതികളിൽ കൂടി ഏതാണ്ട് 65 കോടിയിൽ പരം രൂപ ഈ രീതിയിലുള്ള മരണാനന്തര കുടുംബ സഹായമായി കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനയുടെ കെട്ടുറപ്പും അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്നതുമാണ്. അതിനേക്കാട്ടിലുപരിയായി ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലയിലെ ഒരു മെമ്പറാണ് എന്ന് പറയാനുള്ള അഭിമാനം. ന്യൂസ് ഡെസ്ക് CCV.